എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്നൊക്കെ തമ്പുരാൻ അറിയാം. സുധിച്ചേട്ടാ കാണുന്നുണ്ടല്ലോ അല്ലേ? സുധിച്ചേട്ടനെല്ലാം കാണുന്നുണ്ടാവും. അതല്ല ഏതാണാവോ ഈ കൽപ്പന? എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമാ നടി മരിച്ചുപോയ കൽപ്പന ചേച്ചിനെയാണോ ഉദ്ദേശിച്ചത്? കൽപ്പന ചേച്ചി ഉണ്ടല്ലോ കൂടെ നോക്കെ. എന്തൊക്കെ പ്രഹസനാണല്ലേ കാണിക്കുന്നത്. ഒരു മരിച്ചുപോയ ഒരാളെയാണ് ഇങ്ങനെ കളിയാക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ പേഴ്സണലി കളിയാക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. കൽപ്പന ചേച്ചി ഉണ്ടല്ലോ കൂടെ, കൽപ്പന ചേച്ചിനെ കണ്ടല്ലോ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മരിച്ചുപോയ സുധിയുടെ ആത്മാവിനെ വരെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതിലും വലിയ കോമഡി. ഇതൊരു ഇൻസൾട്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഭർത്താവോ വേറെ ആരെങ്കിലും മരിച്ച് മേലെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അവരെ കളിയാക്കുന്ന പോലെ, അച്ഛാ നിങ്ങൾ ഇപ്പം മരിച്ചുപോയ ആരെങ്കിലും ഒരാളെ പറ്റി പറയാ, അല്ല ഗാന്ധിജിനെ കണ്ടോ, ജവഹർലാൽ നെഹ്റുവിനെ കണ്ടോ, വേറെ ആരെയും കണ്ടോ, ഇതൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കളിയാക്കലാണ്. കളിയാക്കുക തന്നെ പറയും. പുള്ളിക്കാരി ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസ് പോയിട്ട് മരിച്ചുപോയ സുധിയുടെ ആത്മാവിനെ കളിയാക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ടൊക്കെയാണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് അവർക്ക് വോട്ട് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് മാസ് BGM ഒക്കെ ഇട്ടിട്ട് ആളുകൾ പുറത്തിറക്കി അവരെങ്ങനെ ഉച്ചി കയറ്റി നടക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബിഷപ്പ് നോബിൾ ഫിലിപ്പുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ബിഷപ്പിന്റെ ഭയങ്കര കണ്ണ് നിറഞ്ഞ് കരഞ്ഞുകൊണ്ടുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്തു. നമ്മൾ റിയാക്ട് ചെയ്യാൻ നേരം വൈകി, വേറെ ഒന്നുമല്ല. നമ്മുടെ വൈഫൈ ബോക്സ് പോയി 2-3 ദിവസം നമ്മൾ വൈഫൈ ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഫോണും കൊണ്ടുപോയി. അൺലിമിറ്റഡ് നെറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ പണ്ടത്തെ പോലെ തന്നെ ഇടുള്ളൂ. സോ നമുക്ക് ബിഷപ്പിന്റെ ഇന്റർവ്യൂലോട്ട് പോകാം. വാക്കുകൾ സൈബർ ഇടങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാണ്. ഈ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുറെ സമയം കരയേണ്ട അനുഭവങ്ങൾ. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. ആ സമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, PR വർക്കുകാര്, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനല് അതിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്റെ പേരിൽ ഇവർ ഇനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എന്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചന്റെയും ഈ രേണു സുധിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. എന്തായാലും മനവസ്ഥ കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവര് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിന്റെ വാടകത്തിന്റെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണു സുധി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണു സുധി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുധി അവിടെ കിടക്കൊണ്ട് പോയി മേടിച്ചോളാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. എത്ര സങ്കടത്തോടു കൂടെ കണ്ണ് നിറഞ്ഞിട്ടാണ് ആ പുള്ളി ആ ഒരു ഇന്റർവ്യൂ മുഴുവൻ പറഞ്ഞു തീർത്തത് നിങ്ങൾക്കറിയാവോ? എന്താണ് ഈ ബിഷപ്പും നമ്മളെ ഫിറോസും ഒക്കെ രേണുവിനോട് ചെയ്ത തെറ്റ്? ഈ ബിഷപ്പോ ഫിറോസോ അല്ലെങ്കിൽ താജുദ്ദീനോ ഇവരാരെങ്കിലും മുൻപേ ഇന്റർവ്യൂവിൽ വന്നിട്ട് രേണുവിനെ നാട്ടിച്ചതാണോ? നിങ്ങളൊന്ന് സ്വന്തം ആലോചിച്ച് നോക്കുക. ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയെ ഈ ബിഷപ്പ് ഇന്റർവ്യൂ വന്നിട്ട് രേണു ഇങ്ങനെയാന്ന് കുറ്റം പറഞ്ഞതാണോ? ഫിറോസ് പറഞ്ഞതാണോ? താജുദ്ദീൻ പറഞ്ഞതാണോ? അല്ല. ഇവിടെ ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ സഹായിച്ച ആളുകളെ കരിവാരി തേക്കുന്ന തരത്തിൽ ഇവർ ഇന്റർവ്യൂസും ഓരോ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്കകത്തുകൂടെ പ്രചരിപ്പിച്ചത് ബിഷപ്പിനെയും ഫിറോസിനെയും പിന്നെ താജുദ്ദീൻ എന്ന് പറയുന്ന ആളെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇഫക്റ്റ് ചെയ്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂകൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വന്നത്. അതുപോലും ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഇവരൊക്കെ ആ രേണു എന്ന് പറയുന്ന സ്ത്രീയോട് ചെയ്തിട്ട് അവർക്ക് സഹായം ചെയ്തതാണോ? സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെതായ രീതിയിൽ ജീവിക്കേണ്ട ഉത്തരവാദിത്തം രേണുവിൻ്റെതാണ്. പിന്നെ അതിൽ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചിട്ട് അവരെ കുത്തി പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്ത് കൊടുത്ത ആ ഒരു സഹായത്തിന് അവിടെ ഒരു വാല്യൂ ഇല്ലാതാവുക ചെയ്യുക. ആ സമയത്ത് അവർക്ക് പ്രതികരിക്കാൻ ഇങ്ങനെയൊക്കെ കഴിയുള്ളൂ. രേണു തന്നെ പറയുന്നുണ്ട്, ബിഗ് ബോസിൽ ചവിട്ടി കൊടുത്തത് ദാനം കിട്ടിയല്ലേ, പാത്രം ദാനം കിട്ടിയതല്ലേ എന്നൊക്കെ. ആരാ പറഞ്ഞത്? ആര് പറഞ്ഞു?
കമന്റ് ബോക്സിൽ ആരെങ്കിലും ഒക്കെ കമന്റ് ഇടുന്നത് കണ്ടിട്ടാണെങ്കിൽ അത് കണ്ടിട്ട് നെഗറ്റീവ് വിചാരിച്ച് ഓടി ഒളിക്കുന്ന ഒരാളൊന്നുമല്ല രേണുസുധി. രേണുസുധി തന്നെ പല ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഈ ഒരു ചവിട്ടിയോ പാത്രങ്ങളോ വേറെ വല്ല സഹായങ്ങളോ നിങ്ങൾക്ക് തന്ന ആളുകൾ നേരിട്ട് എവിടെയെങ്കിലും വന്ന് പറഞ്ഞോ, ഞങ്ങൾ തന്നതല്ലേ എന്ന് നിങ്ങളോട് നേരിട്ട് ചോദിച്ചോ? ഇല്ല. അവിടെ അവർ മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടോ? ഇല്ല, അവരത് കേൾക്കുന്നില്ല. എപ്പോഴും അവർ പറയുന്നത് അവരുടെ ഇടയിൽ അവർ പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇവർക്കിപ്പോൾ ദാനം കിട്ടി വീട് ഒഴിവാക്കി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്തുണ്ടാക്കണം, നല്ല ഉദ്ദേശം തന്നെയാണ്. സ്വന്തം അധ്വാനത്തിലുള്ള സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല ഉദ്ദേശം തന്നെയാണ്. പക്ഷെ അതിന് ഇങ്ങനെ സഹായിച്ച ആളുകളെ മുഖത്ത് കരിവാരി തേച്ചിട്ടല്ല അവർ പ്രവർത്തി ചെയ്യേണ്ടത്. സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിച്ചതിന് ശേഷം അവരോട് മാന്യമായ രീതിയിൽ ഞങ്ങൾ അധ്വാനിച്ചു സമ്പാദിച്ചു, ഇത് അർഹതപ്പെട്ട വേറെ ആർക്കും കൈമാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാനേഴ്സ് ഉണ്ട്. അതുപോലെ ഈ സ്ത്രീക്കില്ല. എത്ര വിഷമത്തോടു കൂടിയാണ് ആ ബിഷപ്പ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഗുണ്ടായുസും കാര്യങ്ങളൊക്കെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. രേണു ബിഗ് ബോസ് പോയതിനു ശേഷമാണ് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ ആരാണ് ശരിയായിട്ടുള്ള കൾപ്പറേറ്റുകൾ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. രേണുവിന്റെ PR ആർമികളും ആർമി പേജസിലും അന്ധ ഫാൻസും കാര്യങ്ങളൊക്കെയാണെന്നാണ് അച്ഛൻ പറയുന്നത്. എന്തായാലും അതിനൊരു വ്യക്തത എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം കൊണ്ടൊന്നും ആരും എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നു. കാരണം ബിക്കോസ് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് ക്ഷമിക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ള കാര്യങ്ങൾ അവർ ബിഗ് ബോസ് ഹൗസിൽ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അക്ബറിന്റെ അടുത്ത്. കാരണം അക്ബർ എന്ന് പറയുന്ന ഒരാളെ സേഫ്റ്റി ടാങ്ക് എന്ന ടാസ്കിന്റെ ഭാഗമായി വിളിക്കുകയും അത് കഴിഞ്ഞ് പുള്ളിക്കാരി കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ലാലേട്ടൻ ഒരു പ്രിവിലേജ് കൊടുത്ത പോലെ രേണുവിനെ കൊണ്ട് സോറി പറയിക്കണമെന്ന് കേട്ട സമയത്ത് പുള്ളിക്കാരി അത് സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ പറയില്ല, അതേമാതിരി അത് മുതലെടുക്കുകയും ചെയ്ത സമയത്ത് അംഗീകരിക്കാനേ പറ്റുന്നില്ല. ഞാൻ അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ച പദം ഒട്ടും ശരിയായില്ല. അതൊരു ആളെ, ഒരു സ്ത്രീയോ പുരുഷനോ വേർതിരിവില്ലാതെ ഒരാളെ വിളിക്കാൻ പറ്റുന്ന പേരല്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഞാനും. പക്ഷേ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യാനാ? എനിക്ക് ക്ഷമിക്കാം. അത് തന്നെയല്ല, മിഡ് ഡേ വിഷൻ വന്നു. ആളുടെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞതാണ് കൺവിൻസ് ചെയ്യണമെന്ന്. മിഡ് ഡേ വിഷൻ വന്നപ്പോഴും എൻ്റെ പേര് കുത്തി. ഇത്രയും പേര് ആ പേര് എൻ്റെ പേര് കുത്തിയാലും എനിക്ക് അത്രയും വിഷമം വരുന്നില്ല. പക്ഷെ അവിടെ പോലും അയാൾ എന്നെ പുറത്താക്കാൻ അല്ലെങ്കിൽ മിഡ് ഡേ വിഷനിലാക്കാനാണ് ഈ ഒരു കാര്യത്തിനോട് യോജിക്കാൻ വേണ്ടി പറ്റില്ല. അവർ മുതലെടുക്കാണ്. കാരണം അവർ നോമിനേഷനിൽ പറയരുത്, എവിക്ഷനിൽ പറയരുത്, ജയിൽ നോമിനേഷനിൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് അവർ മുതലെടുക്കാണ്. ഈ വീക്കും രേണു ക്ഷമ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് രേണു എന്ന് പറയുന്ന സ്ത്രീനോട് ഒരു വീക്കിലും ഒരു കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയാവും, നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെയാവും. ശേഷം വേറെ കണ്ടസ്റ്റൻസിന് എന്ത് ചെയ്യും? രേണുവിന് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ എങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുമല്ലോ, അങ്ങനെ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ പണി കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അവർക്കും ഈ രേണു എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് നോമിനേറ്റ് ചെയ്യാനും ജയിൽ നോമിനേഷൻ ഇടാനൊക്കെ ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഈ ഒരു വീക്കിലെങ്കിലും ലാലേട്ടൻ ദയവ് ചെയ്തിട്ട് ഈ സ്ത്രീയുടെ ഇരട്ടത്താപ്പ് പുറത്തെടുത്തിട്ട് അക്ബറിന് മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, അക്ബറിന്റെ വഴിക്ക് കളിക്കാൻ വേണ്ടി പറയാം. എനിക്ക് ചിലപ്പം ക്ഷമിക്കേണ്ടി വന്നില്ല. പക്ഷെ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ലോകരുടെ എല്ലാവരും മുന്നിൽ ഞാൻ അവിടെ നിന്ന് ഉരുകിപ്പോയി. സത്യമായിട്ട് ഞാൻ നെവിൻ പറയുന്നത് തമാശയ്ക്ക് പറയുന്ന പോലെ ഉരുകിയെന്നല്ല, ഞാൻ ഉള്ളു നീറിപ്പോൾ. എൻ്റെ മൂത്ത മോൻ അറിവുണ്ട്, അവനെ അവൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി. ബിക്കോസ് ഉണങ്ങുന്നില്ല. അത് ഓരോ ദിവസം ചെല്ലുന്നതോടെ എനിക്ക് കൂടി വരുവാണ്. പുറത്ത് ഇതിലും വലിയ നെഗറ്റീവ്സും കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്ന പുള്ളിക്കാരിക്ക് അത് വെറും പൂമാലകളും ഹാരവും ഒക്കെ ആയിരുന്നു. അവരുടെ കമന്റ് ബോക്സിൽ ഇതിലും വലിയ തെറികളാണ് കമന്റ് വിളിച്ചുകൊണ്ടിരുന്നത് ആൾക്കാർ. ഒരു കമന്റ് ബോക്സിനകത്ത് 10-20 തെറികളും കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ തെറി വിളിക്കായിരുന്നു, മോശമായ മ്ലേച്ഛമായ രീതിയിലുള്ള തെറികളും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പൂമാലയാണ്, ഹാരമാണ്, എനിക്കിങ്ങനെ ഇങ്ങനെ കുളിര് കോരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വല്ലാതെ കൊണ്ടു. പിന്നെ അതിൽ മെയിനായിട്ട് പറയുന്നത് കിച്ചു കാണുന്നതാണ്, കിച്ചുവിന്റെ കൂട്ടുകാർ കാണുന്നതാണ്. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ, ട്രോഫി കട്ടിന്റെ അടിയിലിട്ട് ആക്ഷേപിച്ച കാര്യങ്ങൾ, പ്രതീഷിന്റെ കൂടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിക്കുന്നത്, വേറെ ആൾക്കാരുടെ കൂടെ കെട്ടിപ്പിടിക്കുന്നത്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്റിമസി സീനുകൾ അഭിനയിക്കുന്നത്, വേറെ ആൾക്കാരെ തന്തയ്ക്ക് ഓൺലൈനായിട്ട് വന്നിരുന്ന് വിളിക്കുന്നത്, പിന്നെ ഈ വക കാര്യങ്ങളൊന്നും തന്നെ കിച്ചുവിന്റെ ഫ്രണ്ട്സോ കാണുന്നില്ല. ഈ ഒരു സേഫ്റ്റി ടാങ്ക് എന്ന് പറയുന്ന പദം മാത്രമാണ് കിച്ചുവിന്റെ ഫ്രണ്ട്സിനെയും ബാധിക്കാൻ പോകുന്നത്. അപ്പൊ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് സംസാരിക്കണം. വോട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതി വായി തോന്നിയത് കോതയ്ക്ക് പട്ടെന്ന് പറയുന്നവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ കണ്ടസ്റ്റന്റ് രേണുസുധി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഹൗസിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇങ്ങോട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക എന്നല്ലാതെ വേറെ ടാസ്ക് വൈസ് അവർക്ക് പെർഫോം ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. ടാസ്ക് വൈസ് അവർ ഭയങ്കര വീക്കാണ്. പിന്നെ വേറെ ഒരു ടാസ്കുകളിലും നന്നായിട്ട് പെർഫോമേ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവരൊരു ബിഗ് ബി മെറ്റീരിയൽ ആയതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്. നിങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയാം. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ സ്വന്തം നിലപാടുകൾ കറക്റ്റായിട്ട് പറയുകയും മറ്റുള്ളവരുടെ നിലപാടില്ലായ്മ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ തരുന്ന ടാസ്കുകളും കാര്യങ്ങളും മേന്മയ്ക്ക് കൊണ്ടു നടന്ന് സ്വന്തം വ്യക്തിത്വം തെളിയിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അവർക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അത്. അതിൽ ചെന്ന് കഴിഞ്ഞ് ഈ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പോസിറ്റീവ് ആക്കി എടുക്കുന്നതിന് പകരം അലസത കാണിച്ച് അവിടെ ഇവിടെ മാറിപ്പോയിരുന്ന് പിന്നെയും ഈ ഒരു ചാളമേരി പരിവേഷത്തിൽ ആളുകൾക്കെതിരെ കടിച്ചു കീറാൻ ചെന്ന് എന്തൊക്കെയൊക്കെയോ ആണ് അവർ ആ വീടിനകത്ത് കാട്ടിക്കൂട്ടുന്നത്. ഇവർക്ക് പകരം മറ്റൊരു കണ്ടസ്റ്റന്റിന് അവിടെ ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫിൽ അത് ഒരുപാട് ഉപകാരങ്ങളായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് അത് കിട്ടാതെ നിരാശരായി പുറത്തിറങ്ങിയ ആളുകളുണ്ട്.
അവരെ ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് ബിഗ് ബോസിന് കൊടുക്കുമായിരുന്നു. ഇവർ വെറുതെ ഇരിക്കുക, നിൽക്കുക, കിടക്കുക, ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയും. ഇപ്പോൾ ഒരു സേഫ്റ്റി ടാങ്ക് 2 ആഴ്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം നിൽക്കുന്നു അത്രയും കാലം ഒരു സേഫ്റ്റി ടാങ്ക് കിട്ടും. ഈ അക്ബറിനെ പറഞ്ഞാൽ മതിയല്ലോ, ഹോട്ടൽ അവിടെ ഒരു സ്ക്രീൻ സ്പേസും ഇല്ലാതിരുന്ന ആ ഒരു സ്ത്രീനെ പോയി സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അനാവശ്യമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി ടാങ്ക് വിഷയം ഒഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ അവിടെ വേറൊരു പരിപാടിയും ചെയ്യുന്നില്ല. അവിടെ അവർക്ക് വേറൊരു കോണ്ടന്റ് ഇല്ല. നിങ്ങൾ തന്നെ പറയും, രേണുസുതി അവിടെ ക്രിയേറ്റ് ചെയ്തൊരു കോണ്ടന്റ് പറയും. അവിടെ ആകെ കളിക്കുന്ന 3 ആളുകൾ, ഒന്ന് അനീഷ്, ഒന്ന് അനുമോള്, പിന്നെ ഒന്ന് ഷാനവാസ്. ഈ 3 പേരെ അവിടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ടാസ്ക് വൈസ് നന്നായിട്ട് പെർഫോം ചെയ്ത് കളിക്കുന്നുള്ളൂ. ബാക്കി ഒരുപാട് പേര് കലാഭവൻ സരിക ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റ് സംബന്ധമായ എന്തെങ്കിലും വരുന്ന പെർഫോം ചെയ്യുന്നുണ്ട്. ആര്യൻ, ജിസയിലൊക്കെ ടാസ്ക് വൈസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഓരോ കാറ്റഗറി മാത്രമേ പെർഫോം ചെയ്യുന്നുള്ളൂ. എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് പെർഫോം ചെയ്ത് 3 ആൾക്കാർ ഇത് മാത്രമേ ഉള്ളൂ. അനുമോള് പിന്നെ കരച്ചിൽക്കാട് കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും അനുമോൾ അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ട്. ഓക്കെ, ബിഷപ്പിന്റെ ഇന്നലെ ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നു. 2 പാർട്ടായിട്ടാണ് അവർ ഇട്ടത്. അതിന്റെ ഒരു ഭാഗം ഞാൻ ലാസ്റ്റ് നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നിങ്ങൾ അതും കൂടെ കേൾക്കുക. പിന്നെ ഈ രേണുസുദിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ദയവ് ഇത് വീഡിയോ കാണുന്നത്. ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ്, വീഡിയോ കാണാതെ പോയിക്കൊള്ളാം. പിന്നെ വീഡിയോയും കണ്ടു കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഇട്ടിട്ട് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ കണ്ടന്റ് തീരുമാനിക്കുന്നത് ഞാനാണ്. അല്ലാണ്ട് നിലപാടില്ലാത്ത നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ച് നടക്കുന്ന ഒരു ആളുകളും അല്ല എൻ്റെ കണ്ടന്റ് തീരുമാനിക്കുന്നത്. ഞാനാണ് എൻ്റെ കണ്ടന്റ് തീരുമാനിക്കുന്നത്. അവിടെ എനിക്കൊരു പരിധിയുണ്ട്. ആ പരിധി നിയമം ലംഘിച്ചുകൊണ്ട് ഞാൻ ഒരാൾക്കെതിരെയും തെറ്റായിട്ട് ഒരു വർത്താനവും പറയുന്നില്ല എന്ന് എനിക്കറിയാം. ആരോ ഒരാളെന്തോ ഞാൻ രേണുവിനെ തെറി പറഞ്ഞു. ഞാൻ തെറി പറഞ്ഞത് എവിടെയാണെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും രേണുവിൻ്റെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ പറയട്ടോ. രേണുവിനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു തെറിവാക്കോ എന്തെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടോയെന്ന് എൻ്റെ അറിവിലില്ല. ഞാൻ വിളിച്ചിട്ടുമില്ല. ഞാൻ ഇനി ഒരാളെയും തെറി വിളിക്കാനും പോകുന്നുമില്ല. ഓക്കെ, അപ്പോൾ ബിഷപ്പിൻ്റെ വീഡിയോ കണ്ടുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയാം. രേണുസുതി ബിഗ് ബോസിൽ പോയി, അപ്പൊ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അവിടെ പോയി കുറച്ചു നേരം കുറെ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ കട്ടിലേ കിടന്ന് കരഞ്ഞതുകൊണ്ടോ പൊതുജനങ്ങളെ ഈ രേണുസുതിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാനും? രേണുസുതിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകരുണ്ടെന്നല്ല ഇപ്പം പറയുന്നത്. ആരാധിക്കട്ടെ. ആരാധകരുണ്ടല്ലോ, അതാണല്ലോ താങ്കൾക്ക് ഭീഷണിയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് PR വർക്ക് ചെയ്യുന്നവർ വളരെ സ്ട്രോങ് ടീമാണെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏറെക്കുറെ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവർ നിരീക്ഷണത്തിലാണെന്ന് എന്നോട് പോലീസ് പറഞ്ഞു. ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അഹങ്കാരം, എനിക്കായിക്കൊള്ളട്ടെ വേറൊരാൾക്കായിക്കോട്ടെ, അഹങ്കാരം, ഞാൻ എന്ന ഭാവം, അഹംഭാവം എന്നാണ് പറയുന്നത്. അത് വന്നിട്ടുണ്ട്, അധികം നാൾ അതൊന്നും മുന്നോട്ട് പോകത്തില്ല. ഞാൻ കേരളത്തിൽ ഒരുപാട് വലിയ നടീനടന്മാരെ ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് വലിയ കഴിവുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ നടീനടന്മാരുണ്ട്. എന്ത് സ്നേഹത്തോടും ആദരവോടും മറ്റുള്ളവരോട് എന്ത് ദയോടും വാത്സല്യത്തോടുമാണ് അവർ പെരുമാറുന്നത്. ഒരു അനുസ്ത്രീ ഉണ്ട്, പത്തനാപുരത്തിനടുത്തുള്ള ഒരു അനുസ്ത്രീ. എന്ത് താഴ്മയാ പെൺകുട്ടിക്ക്, എന്ത് താഴ്മയാണ് ആ കുട്ടി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യും. ഞാനിത് ഇപ്പൊ ഒരു രേണുസുതി എന്നൊരു സ്ത്രീയെ പറ്റി ചോദിച്ചുകൊണ്ടാണ് മറ്റ് സിനിമാ നടിമാരെ പറ്റി ഞാൻ എടുത്തു പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ മോൻ? രേണുസുതിയുടെ ഒരു ആർമിയുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും അവരാണ് എന്നെ വകവരുത്തുവാനായിട്ട് ഇവിടെ വാഹനങ്ങളിൽ വന്നത്. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം. ഇന്റർനാഷണൽ കോളുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ കോളുകൾ എന്തായിരുന്നു? നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ടെന്ന്. ഈ പ്രോപ്പർട്ടിയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബിസിനസ് നടന്നോ? ഇല്ല, നടക്കുന്നില്ല. രണ്ടാമത് നമ്മുടെ വസ്തുവിന് ഒരു വാല്യൂ കുറഞ്ഞുപോയി. അതെന്തുവാണെന്ന് കേരള സമൂഹത്തിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരാൾ രേണുസുതിയുടെ നെയ്ബർഹുഡ് ആകാനായിട്ട് വരത്തില്ല, ഈ സമീപത്തോട്ട് വരത്തില്ല. രേണുസുതിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തി 5 പ്രാവശ്യം ചിന്തിക്കണം. അയക്കണോ വേണ്ട ആലോചിച്ചിട്ട് ചെയ്താൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന പോലെ ഇന്റർവ്യൂവിന് വന്നിരിക്കേണ്ടി വരത്തില്ല. രേണുസുതി പറഞ്ഞ വ്യക്തി വന്ന വഴികൾ മറക്കുന്ന 100% വന്ന വഴികളെല്ലാം അവർ മറന്നുപോയി. ഇനിയിപ്പം ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് ഇവരെന്തെങ്കിലും 100 ദിവസമൊക്കെ അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും പറയാം അവിടുത്തെ പഴത്തിന് അത്ര ഉപ്പില്ലായിരുന്നു എന്ന് പറയും. ബാക്കി കാര്യങ്ങൾ ജനം കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ ആ പുള്ളിക്കാരത്തേക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവരങ്ങനെയാണ്. ഭീഷണികളുണ്ടാവുന്നു. അതൊക്കെ അവരെ വളരെ മുറിപ്പെടുത്തുന്നതാണ്. പല കാര്യങ്ങളും എൻ്റെ അമ്മയെ അറിയിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഇപ്പം അമ്മ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇന്നലെ 3 മാസം തികഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അമ്മ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അവർക്ക് അത് താങ്ങാനാവുന്നതിനപ്പുറമായ ദുഃഖത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അമ്മയും സഹോദരിയും ആ നിമിഷം തന്നെ ഹൃദയം അവർക്ക് താങ്ങാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കത്തില്ല.